ഹലോ രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി എങ്ങോട്ടെന്ന് വെച്ചാൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകാനുള്ള പ്ലാനായിരുന്നു. വെളുപ്പാൻ രാവിലെ 2 മണിക്ക് എണീച്ച് രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ എങ്ങോട്ടെന്ന് വെച്ചാൽ മൈസൂർക്കാണ് വെച്ച് പിടിക്കുന്നത്. വൈകുന്നേരം തിരിച്ചു വരാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായയൊക്കെ ഒന്ന് കുടിച്ച് തണുപ്പ് ഒരു രക്ഷയില്ല. ഞങ്ങൾ പോയി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചു. അതിനു വേണ്ടി തണുപ്പായിരുന്നു. ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ആലോചിച്ചു. അത്രയ്ക്ക് തണുപ്പായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ചാമുണ്ഡി ഹിൽസിലായിരുന്നു. അവിടെ അമ്പലത്തിൽ കയറാനുള്ള പ്ലാൻ ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ ഹിൽസ് വ്യൂ പോയിൻറ്റും ഒക്കെ കണ്ട് തിരിച്ചു വരാനുള്ള പ്ലാനായിരുന്നു. കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നന്നായിട്ട് ഞാൻ ക്ഷീണിച്ചു. എന്നെക്കാളും സ്റ്റാമിന റാമിനുണ്ടെന്ന് തോന്നുന്നു. റാമിന് അത്ര കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ബ്രീത്ത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ശരിക്കും നേരിട്ട് കാണാൻ നല്ലൊരു രസമായിരുന്നു. ഞങ്ങൾ മുകളിൽ നിന്ന് കാണുമ്പോഴത്തേക്കും മൈസൂർ ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു. വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി കുറേ ദൂരം ഇങ്ങനെ നടന്നു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ആ ടൈമിൽ. അവിടെ ഒരു നന്ദിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അമ്പലമാണ്, അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുരങ്ങന്മാർ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ പോകുന്ന വഴിക്ക് തന്നെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു സൈഡിലായിട്ട്. പലരും പല വഴിക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ടുള്ള വഴിയെ തന്നെ പോകുമായിരുന്നു. ഈ പാറയുടെ മുകളിലിരുന്നിട്ട് കാണാനായിട്ട്, താഴോട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, എനിക്കൊന്ന് കപ്പിൾസ് എല്ലാം ഈ പാറയുടെ മുകളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാമുണ്ഡി ക്ഷേത്രത്തിനടുത്തായിട്ട് എത്തി. അവിടെ പുറത്ത് നിന്ന് ഞങ്ങൾ കണ്ടതേ ഉള്ളൂ. ക്ഷേത്രം അകത്ത് കയറിയില്ല. ദർശന സമയമായിരുന്നെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ റാമിന് ടയേർഡായിട്ട് വിശന്നിട്ട് ആകെ അലുമ്പായിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ തിരിക്കാനുള്ള പരിപാടിയായിരുന്നു. തിരിച്ചിറങ്ങാനായിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്കും വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം റൈഡ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ചാമുണ്ഡി ഹിൽസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതൊരു മലയാളി ഹോട്ടലിലായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ബെറോട്ടയും ഗ്രീൻ പീസ് കറിയായിരുന്നു പറഞ്ഞിരുന്നത്. നല്ല ബെറോട്ടയായിരുന്നു, നല്ല സോഫ്റ്റ് ബെറോട്ടയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റാമ് പുട്ടും കടലയായിരുന്നു. കടലയും സൂപ്പർ, ഗ്രീൻ പീസ് അത്ര പോരായിരുന്നു. പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് മൈസൂർ സൂയിലേക്കായിരുന്നു. നല്ല രസമായിരുന്നു. എനിക്ക് വൈൽഡ് ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു. അധികം അനിമൽസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് കാണുന്നേക്കാൾ കൂടുതൽ അനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു. കുറേയൊന്നും ഞാൻ എടുത്തില്ല, കുറേ പേരുടെയൊന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അതിലെനിക്ക് ചിമ്പാൻസി നല്ലൊരു രസമായിരുന്നു കേട്ടോ. റാമുമായിട്ട് എന്തോ പരിചയമുള്ള കണക്കായിരുന്നു ആളുടെ പെരുമാറ്റമൊക്കെ. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്നു. ഇവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തൊരു ഭംഗിയാണ്. ഇവർ തമ്മിൽ എന്തോ പിണക്കമാണെന്ന് തോന്നുന്നു കേട്ടോ. മുഖം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു കരടിയാണെന്ന് റാമു പറഞ്ഞു. അതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആനകൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ഇതാണ്. പക്ഷെ ശരിക്കും അവിടെ ഒരുപാട് ആനകളുണ്ടായിരുന്നു. ഒരാൾ കുളിക്കുകയായിരുന്നു, പിന്നെ ഒരാൾ മണ്ണിൽ കളിക്കുകയായിരുന്നു. ഒരുപാട് നേരം ആനയെ നോക്കിയിരുന്നു. നമ്മൾ നാട്ടിൽ ആനയെ കണ്ടാലും ശരിക്കും നമുക്ക് ആനയെ എത്ര കണ്ടാലും മതി വരില്ല അല്ലേ. പിന്നെ ഇത് ഹിപ്പോപ്പൊട്ടാമസ്, അതിന് ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നോക്കിയിരുന്നു കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. പാവം എത്തി വലിഞ്ഞിങ്ങനെ ഫുഡിന് വേണ്ടി നിന്നു. പിന്നെ പാമ്പുകളുടെ സെക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോ ഞാൻ പാമ്പിൻ്റെ എടുത്തു. പക്ഷേ എല്ലാം കൂടി ഇടണ്ടാന്ന് കരുതി. അനാക്കോണ്ടേനെ ആണല്ലോ നമുക്കെല്ലാവർക്കും ഒരു താല്പര്യം, അതുകൊണ്ട് അത് ഇടാമെന്ന് കരുതി. പിന്നെ അത് റൈനോസറാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് മാറിപ്പോയതാണ്.
പിന്നെ ഇത് ഒട്ടകപ്പക്ഷി കുറേ നേരം വന്ന് നമ്മളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജിറാഫിനെ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗിയാണ് ഈ മനുഷ്യനെ കാണാനെന്ന് തോന്നി പോയി. അത് വന്നു നമ്മുടെ നേർക്ക് തന്നെ നിന്ന് കുറേ നേരം ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ മൈസൂർ പാലസിലേക്ക് വിട്ടു കേട്ടോ. മൈസൂർ പാലസ് കാണാനുള്ള ഒരു ഇതിലാണ്. ഞാൻ ശരിക്കും മൈസൂർ ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ പാലസിനകത്ത് കയറി. പിന്നെ അതിനകത്ത് കയറിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ആസ്വദിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മളത് കണ്ടിറങ്ങിയപ്പോൾ തന്നെ കുറച്ചേ കാണാനായിട്ടുള്ളത്, കുറച്ച് സ്പേസേ നമുക്ക് അലോഡ് ആയിട്ടുള്ളായിരുന്നു. മുന്നേ ഉണ്ടായിരുന്ന അത്രയും സ്ഥലങ്ങൾ നമുക്ക് അത് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ പാലസിന് അതിൻ്റേതായ ഭംഗി ഉണ്ടായിരിക്കുമല്ലോ. ആ ഭംഗി കണ്ടു ആസ്വദിച്ചു ഞങ്ങൾ. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൈസൂർ പാലസിൻ്റെ ഭംഗി ഫുള്ളും അതിൻ്റെ ഗാർഡനിലാണെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടാണ് ഗാർഡൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. കുറേ നേരം ഞങ്ങൾ അവിടെ പുറത്തൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇരുന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു. അതിന് ശേഷമാണ് ഇപ്പം ഒരുപാട് പേര് ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് കുറവാണ് ശരിക്കും പറഞ്ഞു. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തെന്നല്ലാതെ ബാക്കി ഞങ്ങൾ ശരിക്കും കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. റാമോ ഊണും ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മൈസൂർ പാലസിന് ഒരു ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 1 ഡേ ട്രിപ്പ് അവസാനിപ്പിച്ചു. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, സീ യു.